റിപ്പോർട്ടുകളിലേക്ക് വിശദമായി. ഇടുക്കി നെടുങ്കണ്ടം പച്ചടിയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. ശരീരഭാഗങ്ങൾ കണ്ടെടുത്തതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പുരുഷന്റെയും സ്ത്രീയുടെയും മൃതദേഹം കിട്ടിയത്. കാണാതായ മേരിക്കുട്ടിയുടെയും മകൻ റജിയുടെയുമാണ് മൃതദേഹങ്ങളെന്ന് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മേരിക്കുട്ടിയുടെ 2ാമത്തെ മകൻ സജി ഇരുവരെയും കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ സംശയം. ഇന്നലെ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തെ കണ്ട് സജി ഓടി രക്ഷപ്പെട്ടിരുന്നു. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങളുമായി. ആഷിഖ്, നടുക്കവും ഞെട്ടലും ബാക്കിയാക്കുന്ന സംഭവവും വാർത്തയുമാണ്. ഈ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എങ്ങനെയാണ്? പോലീസ് ഇപ്പോൾ മൃതദേഹങ്ങൾ പുറത്തെടുത്തിരിക്കുന്നു. പോലീസിന് ഇനിയുള്ള നടപടികൾ, നീക്കങ്ങൾ എങ്ങനെ? സൈഫുദ്ദീൻ, അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നു എന്ന സംശയത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. 70-കാരിയായ മേരിക്കുട്ടി, ഇവരുടെ മകൻ 48-കാരനായ റെജി എന്നിവരുടെ മൃതദേഹമാണ് ഇപ്പോൾ പുറത്തെടുത്തത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. ഇവർ 2 പേരെയും കഴിഞ്ഞ 2 ആഴ്ചയായി ആ മേഖലയിൽ കാണാതില്ലായിരുന്നു. തുടർന്ന് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഇന്നലെ പരിശോധനയ്ക്ക് എത്തുന്നത്. ഇന്നലെ ആ മേഖലയിൽ ആ വീട്, ഈ മേരിക്കുട്ടിയുടെ വീടിരിക്കുന്ന പ്രദേശത്ത് പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ മേരിക്കുട്ടിയുടെ 2ാമത്തെ മകൻ സജി ഓടി രക്ഷപ്പെടുകയും തുടർന്ന് വീടിന് സമീപത്തെ പട്ടിക്കൂടിന് സമീപത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്യുന്നത്. ഏതായാലും തുടർന്നാണ് പോലീസ് വിശദമായ അന്വേഷണം നടക്കുകയും ഇന്ന് ആ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തതെന്ന് ശരീരങ്ങൾ പൂർണ്ണമായും പുറത്തേക്ക് എടുക്കുന്നു. ഫോറൻസിക് പരിശോധന അടക്കം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. ഇത് മേരിക്കുട്ടിയുടെയും റെജിയുടെയും മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധന നടത്തണം. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ അടക്കം തെളിവുകൾ അടക്കം പരിഗണിച്ചുകൊണ്ട് പോലീസ് പറയുന്നത് ഇപ്പോൾ രക്ഷപ്പെട്ട മകൻ സജി ഈ 2 പേരെയും, അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായ. എന്നാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, സൂചനകളുണ്ടോ ആഷിഖ്? ഒപ്പം ഈ ഓടി രക്ഷപ്പെട്ട റജിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെയാണ് തുടരുന്നത്? ഈ കുടുംബത്തിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. സ്ഥിരമായി ഇത്തരം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ മറ്റുള്ള ആളുകളുമായി സഹകരിച്ച് കഴിഞ്ഞു പോകാത്ത ആളുകളായതുകൊണ്ട് തന്നെ നാട്ടുകാർ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. പക്ഷെ പലപ്പോഴും പോലീസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്റിമേഷനുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് ഈ ആളുകളെ കാണാനില്ല എന്നുള്ളത് നാട്ടുകാർ ശ്രദ്ധിക്കുന്നു. നാട്ടുകാരിൽ ഒരാൾ തന്നെയാണ് പോലീസിൽ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നതും തുടർന്നാണ് പോലീസ് മേഖലയിലെത്തി പരിശോധന നടത്തുന്നതും ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നതും. ഏതായാലും പോലീസ് എത്തിയതോടെ ഓടി രക്ഷപ്പെട്ട സജി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ സജിയെ പിടികൂടിയോ ഫോറൻസിക് നടപടികൾ, കണ്ടെടുത്ത മൃതദേഹത്തിന്റെ ഫോറൻസിക് നടപടികൾ പൂർത്തിയാക്കുകയും വേണം. ഏതായാലും സജിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ സജീവമാക്കിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം പങ്കുവച്ചുകൊണ്ട് പോലീസ് അയാളെ കണ്ടെത്തുന്നെങ്കിൽ ഉടനടി വിവരം അറിയിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി SP, ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥലത്ത് ഈ പരിശോധനയ്ക്ക് അന്വേഷണത്തിനടക്കം നേതൃത്വം നൽകുന്നുണ്ട്. ഏതായാലും നിലവിൽ കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. യെസ്, വലിയ നടുക്കവും ഞെട്ടലും ബാക്കിയാക്കുന്ന അതിക്രൂരമായ കൊലപാതകമാണ് അവിടെ നടന്നത്. സഹോദരനെയും, ഇപ്പോൾ നിഗമനങ്ങൾ ശരിയാണെങ്കിൽ സഹോദരനെയും അമ്മയെയും കൊലപ്പെടുത്തി മറ്റൊരു മകൻ രക്ഷപ്പെടുകയാണ്, കടന്നുകളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. 2 മൃതദേഹങ്ങളും പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ട സഹോദരൻ തന്നെയാണോ ഈ കൊല നടത്തിയത് എന്ന കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണം